ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദ ദീപ്തിയെ വിളിക്കുന്നുണ്ടെങ്കിലും ദീപ്തി ആ കോൾ എടുക്കുന്നില്ല കേട്ടോ. ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ വേദയ്ക്ക് ആകെ സങ്കടാവും. അപ്പോഴേക്കും വിക്രം തിരികെ എത്തും. ദീപ്തിയെ വിളിച്ചിരുന്നല്ലേ, അവൾ ഫോൺ എടുത്തില്ല അല്ലേ? ഇത് വയ്ക്കുമ്പോ വേദ അതേന്ന് പറയും. നീ അതൊന്ന് പിന്തിരിപ്പിക്കാനാ വിളിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. നീ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, അവൾ പിന്മാറില്ല. അവൾ പറഞ്ഞതുപോലെ നിനക്ക് അവളെ തിരുത്താനുള്ള അർഹതയില്ല. എന്നുവെച്ച് അവളുടെ ജീവിതം തകരുന്നത് ഞാൻ കണ്ടു നിൽക്കണം എന്നാണോ? പക്ഷെ അതിനിപ്പോ നീ ചെയ്യുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയല്ല നല്ലത്. വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം, പക്ഷേ തിരിച്ച് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. വേദയ്ക്കും എന്താ, എന്ത് മാർഗം? വിക്രം പറയും, മാർഗം ഒന്നും അറിയണ്ട നീ, പക്ഷേ നീ എനിക്ക് വേണ്ടി മറ്റൊരു ഉപകാരം ചെയ്യണം. ശ്രീനി സാറിനെതിരെയുള്ള ആ കേസ് നീ പിൻവലിക്കണം. വേദ അപ്പൊ തന്നെ പറയും, വേണ്ട, ഈ കാര്യത്തിൽ ആരും ഇടപെടണം. മാലയിട്ടിട്ടും ആ ക്രിമിനലിന് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. ഇങ്ങനൊരു കോംപ്രമൈസ് ചെയ്ത് എന്റെ അനിയത്തിയെ രക്ഷിക്കണ്ട. അതല്ലാതെ വേറെ വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. വിക്രം പറയും, ഓ ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, സ്വാമി ശരണം. അങ്ങനെ വേദ അവിടെ നിന്ന് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം തന്നെ വേദ നേരെ വീട്ടിലേക്കാട്ടോ ചെല്ലുന്നത്. അപ്പൊ തന്നെ അമ്മയാണ് ഡോർ തുറക്കുന്നത്. മോളെ, നീ എന്താ പതിവില്ലാതെ? എല്ലാരെയും കാണാൻ തോന്നി. ദീപ്തി ഒന്ന് സ്വപ്നം കണ്ടോ? അവളെവിടെ? അവളിതാ മുകളിലുണ്ട്, ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞ പത്മം കുടിക്കാൻ എടുക്കാനായിട്ട് പോകും. വേദ ദീപ്തിയുടെ അടുത്തേക്ക് ചെല്ലും. ദീപ്തിയാണെങ്കിൽ ഈ സമയം വരുണിനോട് ഫോണില് സംസാരിച്ചുകൊണ്ട് നിൽക്കണേ. ആ പ്രണയസല്ലാപത്തിനിടയിലേക്കാണ് വേദ വന്ന് വാതിൽ മുട്ടുന്നത്. എടാ, ആരും മുട്ടുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം, ലവ് യു എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യാം. വൈകുന്തോറും വേദ പിന്നെയും മുട്ടും. ഇതാ വരുന്നമ്മേ, എന്തിനെങ്ങനെ മുട്ടുന്നതെന്ന് പറഞ്ഞാണ് ദീപ്തി കഥവ് തുറക്കുന്നത്. വേദയെ കാണുന്നതും ഒന്ന് ഞെട്ടും. പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? വീട് ഉപേക്ഷിച്ചു പോയ ആളല്ലേ, ഇവിടെ കാണുന്നു കരുതിയില്ല. നാളെ കോളേജിന് മുന്നിൽ വരുന്നു കരുതി. നാളെ വരെ കാത്തിരിക്കണം എന്ന് തോന്നിയില്ല. ദീപ്തി പറയും, അത്ര അടിയന്തരമായ കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ദീപ്തി, നീ കരുതുന്ന പോലെയല്ല കാര്യം. ദീപ്തി അറിയും, എന്ന് നിങ്ങളല്ലേ വിചാരിക്കുന്നത്. എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം. അങ്ങനെ വേദ നന്നായി ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ദീപ്തിക്ക് അതൊന്നും ഏൽക്കുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, വരുണിനെ ഞാൻ കൈവിടില്ല, ഞാൻ അവന് വാക്കുകൊടുത്ത. അപ്പൊ വേദ പറയും, പതുക്കെ, എന്റെ ശബ്ദം കൂടുന്നത് ചേച്ചി കാരണമാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷെ വരുൺ അങ്ങനെ ഒരാളല്ല. അപ്പൊ ദീപ്തി അറിയും, ഓ വിക്രം ചേട്ടൻ പിന്നെ ലോകത്തിലെ വെച്ച് ഏറ്റവും നല്ല ആളാണല്ലോ. താലി കെട്ടിന്നുള്ള ഒറ്റ പേരിൽ അവിടെ ചെന്ന് താമസിക്കുമ്പോ ചേട്ടന്റെ ഭൂതകാലം ചേച്ചി അന്വേഷിച്ചിരുന്നോ? വരുൺ അങ്ങനെ ഒരാളല്ല. അവൻ ചെയ്തത് എന്താണെന്നറിയോ? അപ്പോഴും ദീപ്തി അറിയും, എനിക്കറിയാം. ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഭൂതകാലല്ലേ അത് വരുണുണ്ടായിരുന്നോ? അതിനൊരു കാരണം ഉണ്ടായിരുന്നോ? അഡിഷൻ. ഇപ്പൊ വരുൺ അതൊന്നും പൂർണ്ണമായിട്ട് മാറി. ചെയ്തു പോയ കാര്യങ്ങൾക്ക് അവന് പശ്ചാത്താപമുണ്ട്, സ്വയം തിരുത്തണമെന്നുണ്ട്, ഒരു നല്ല ജീവിതം വേണമെന്നുണ്ട്. ഒരിക്കൽ തെറ്റുകാരനാണെന്ന് കരുതി അയാളെ തെറ്റുകാരനാക്കണോ? കുറച്ച് സപ്ലൈ ഉണ്ട്, അതിപ്പോ ക്ലിയർ ചെയ്യും. ഇനി ജോലിക്ക് ശ്രമിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുള്ളൂ. വിവാഹം കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടും ചേച്ചിയുടെ ഭർത്താവ് ഇപ്പോഴും കാര്യം ശ്രീനിവാസന്റെ കൊട്ടേഷൻ പണിക്ക് പോണില്ലേ? ആദ്യം അത് അവസാനിപ്പിക്കും, എന്നിട്ടാവാം എന്റെ കാര്യത്തില്. അപ്പൊ വേദ പറയും, ഇത് ഞാൻ അച്ഛനോട് പറഞ്ഞാ പോയി പറയുന്ന താഴെയുണ്ട്, അമ്മയോട് പറയണോ, ശ്രീയേട്ടനോട് പറയണോ, അതോ ചെന്നൈയിലുള്ള മുത്തശ്ശിയോട് പറയണോ? ആരോട് വേണമെങ്കിലും പറ, എനിക്ക് ഒരു കുഴപ്പമില്ല, കൂടുതലൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ് ദീപ്തി അവിടുന്ന് പോവാണേ. വേദ ആകെ ഷോക്കായി പോകും. അങ്ങനെ വേദ താഴേക്ക് തിരികെ വരികയാണേ. കരഞ്ഞോണ്ടാ വരുന്നത്. അമ്മയെ കാണുമ്പോൾ കണ്ണീര് മാറ്റും. ഞാൻ മുകളിലേക്ക് വരാൻ തുടങ്ങായിരുന്നു, ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞ് കൊടുക്കും. വേദ അത് വാങ്ങിച്ച് ഇത്തിരി കുടിക്കുന്നുള്ളൂ. എന്ത് പറ്റുമോ? വേണ്ട അമ്മേ, തിരക്കുണ്ട് എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങും. എന്ത് സംസാരിക്കായിരുന്നോ? ഞാൻ അവളുടെ പഠിത്തത്തെ കുറിച്ച്. ഇപ്പൊ പഠിത്തമൊന്നുമില്ല, ഏത് നേരവും ചാറ്റിംഗ് ആണ്. അവളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഏതോ ഒരു ഹോസ്പിറ്റലിലെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അവിടെ കുറെ പേഷ്യൻസിനെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ബുക്ക് തൊടുന്ന കണ്ടിട്ടില്ല. അങ്ങനെ അമ്മയോടൊക്കെ പറഞ്ഞ് വേദ അവിടുന്ന് പോരുമ്പോഴായിരിക്കും ശങ്കരൻ അങ്ങോട്ട് വരുന്നത്. വേദ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പത്മ വന്നിട്ട് പറയും, ദീപ്തിയെ കാണാനാ, അവള് ദീപ്തിയെ സ്വപ്നം കണ്ടുവന്ന്, അങ്ങനെ കാണാൻ വന്നതാ. അപ്പൊ വേദ പറയും, എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോകും. പോയി കഴിഞ്ഞാൽ ശങ്കരൻ പറയും, അല്ല, അവള് ദീപ്തിയുടെ കാര്യമായിട്ട് എന്തോ സംസാരിക്കാനാ വന്നത്. എന്താന്ന് നീ ദീപ്തിയോട് ചോദിച്ചോ? ഇല്ല. അവര് സംസാരിക്കുന്നത് കേട്ടോ? ഇല്ല. അവർക്ക് ദീപ്തിയോട് കാര്യമായിട്ട് എന്തോ പറയാനുണ്ടായിരുന്നു. അതിനുള്ള മാർഗം മാത്രമായിരുന്നു ഈ സ്വപ്നം. വഴിയുണ്ട് എന്ന് പറഞ്ഞ് ശങ്കരൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം എല്ലാ കാര്യവും ശ്രീനിവാസന്റെ അടുത്ത് ചെന്ന് പറയും. അപ്പൊ അങ്ങേര് പറയണേ, എനിക്ക് വേണ്ടിയിട്ട് നീ വേദയോട് അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു. ഒരു തരം താഴ്ന്ന രീതിയായി പോയത്. എങ്ങനെയെങ്കിലും ശ്രീനി സാറിനെതിരെയുള്ള കേസ് പിൻവലിക്കുക, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ശ്രീനിവാസൻ പറയും, എന്തായാലും മല ചവിട്ടിയിട്ട് വരുമോ, നമുക്ക് ഇതിനൊരു ഉത്തമ പരിഹാരം ഉണ്ടാക്കണം. മാല ഇട്ടാലല്ലേ ക്രൂരതകൾ ചെയ്യാൻ പറ്റാത്തതുള്ളൂ. മല കയറി സമാധാനമായിട്ട് വരുമോ എന്ന് പറഞ്ഞ് തിരികെ പറഞ്ഞേക്കാണ്. എന്തൊക്കെയോ പ്ലാൻ ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനി ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ ശ്രീജ വന്ന് വേദയെ ചോദിക്കുകയാണ്. ആ മുറി കാണും. അപ്പോ ശ്രീജ അങ്ങോട്ട് പോകും. വേദ, എന്തോ പറ്റി മോളെ, എന്തോ പറ്റി മുഖം വല്ലാണ്ടിരിക്കുന്നേ? ശ്രീജ ആ ഡോറടച്ച് ഇവിടെ വന്നിരിക്കേ. അപ്പോ ശ്രീജ അതുപോലെ തന്നെ ഡോറടച്ച് അവിടെ വന്നിരിക്കുകയാണ്. ഇത് കാണുന്ന നന്ദിനി വിചാരിക്കും, നാത്തനും കൂടെ എന്നെ കുറ്റം പറയാണോ, എനിക്കിട്ട് എന്തെങ്കിലും പണിയാനാണോ എന്നാണ് കരുതുന്നത്. അപ്പോഴേക്കും വേദ ശ്രീജയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ കുട്ടിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. വേദ പറയും, പറയാവുന്നതിന്റെ പരമാവധി ഞാൻ പറഞ്ഞു,
ഞാൻ എന്റെ ജീവിതം തെരഞ്ഞെടുത്തതുപോലെ അവൾക്കും ആയിക്കൂടെയെന്ന് അച്ഛനോട് പറഞ്ഞോ? അച്ഛനോട് പറഞ്ഞാൽ അവളെ വെച്ചേക്കില്ല. ഇതേ സമയം നന്ദിനിക്കാണെങ്കിൽ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ട് വല്ലാത്ത ടെൻഷനും. സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് വാതിലിന്റെ അടുത്തേക്ക് പോവാണേ. അവിടെ പോയി നിൽക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കുന്നില്ല. വേദ പറയും, എനിക്ക് അവളെ ആ കെണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതവളെ സത്യം ബോധ്യപ്പെടുത്തിയിട്ടാവണമെന്ന് മാത്രം. ശ്രീജ പറയും, വേദ സമാധാനിക്കുകയും നമുക്കൊരു വഴി ആലോചിക്കാം, സമാധാനമായിട്ട് ആലോചിക്കാം. ഇവിടെ ഇരുന്നിട്ട് വേണ്ട, വേദ വന്നേ എന്ന് പറഞ്ഞ് അവിടുന്ന് അവര് റൂമിന് പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. ഇതേ സമയം നന്ദിനി അവിടെ നിന്ന് കേൾക്കാൻ ശ്രമിക്കുന്നത് അച്ചമ്മ കാണും, കയ്യോടെ പിടിക്കും. ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന ഒളിഞ്ഞു കേൾക്കുന്നോ? അയ്യോ അച്ചമ്മ അതല്ല. അപ്പോഴേക്കും ശ്രീജയും വേദയും വരും. ഇവരായിരുന്നു അകത്ത് വേദയും ശ്രീജ എടുത്തു. അച്ചമ്മ പറയും, ആരായാലും ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് മോശം. വേദം പറയും, എന്നിട്ട് എന്തേലും കേട്ടോ? നന്ദിനി പറയും, ഇല്ല. ആ, അത് നന്നായി. ഞങ്ങൾ നന്ദിനി അടുത്തേക്ക് എതിരെ ഒരു രഹസ്യ പ്ലാൻ ഉണ്ടാക്കായിരുന്നു. നന്ദിനി അങ്ങ് ഞെട്ടു. അച്ഛൻ പറയും, അത് നന്നായി, ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം അത്യാവശ്യം. അത് പറഞ്ഞാൽ അവര് പോകും. അതില് നന്ദിനി വിചാരിക്കും, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തള്ളക്കിട്ടൊരു പണി തരുന്നുണ്ട്. ഇത് അച്ചമ്മ കേൾക്കും. കാഴ്ചക്കേ കുറവുള്ളൂ, കേൾവിക്ക് നല്ല ശക്തിയാ, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ അച്ചമ്മ പോവും. നന്ദിനി ഒന്നും പേടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരൻ ഇങ്ങനെ വീട്ടിലെന്തോ പേപ്പർ വായിച്ചോണ്ടിരിക്കുമ്പോ ദീപ്തി ചായ കൊണ്ടുവന്ന് കൊടുക്കും. പോകാൻ തുടങ്ങുമ്പോ, നീ ഇരിക്കും മോളെ, MSc കഴിഞ്ഞ എന്താ പരിപാടി? അപ്പൊ PG ചെയ്യേണ്ട കാര്യമാണ് ദീപ്തി സംസാരിക്കുന്നത്. അപ്പോഴേക്കും ശ്രീകാന്തും ഫോണിൽ സംസാരിച്ച് ആ കോള് കട്ട് ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ പറയും, കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചാലും പോരെ, ദീപ്തിക്ക് കല്യാണോ? അതെ. ഇത് കേട്ട് ദീപ്തി ഇങ്ങനെ ഞെട്ടുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്